അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെ പരിങ്ങലിലുമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനിപ്പോൾ ട്രംപിന് എന്ത് സംഭവിച്ചു എന്ന്. ട്രംപിന് ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ വൈകാതെ പലതും സംഭവിക്കും. കാരണം അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് പുള്ളി തന്നെ മുറിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആ മുറിക്കുന്നതിന്റെ വേഗത പുള്ളി തന്നെ കൂട്ടുന്നുമുണ്ട്. ആദ്യം തന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ്. അതിനൊന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് നമ്മളെ ഒരാൾ പരിഹസിച്ചാൽ, അതും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മയവും കൂടാതെ പരിഹസിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് അത് തുല്യമാണ്. ഇപ്പോൾ പിന്നെ ഫ്രാൻസിനെ പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്, അതും ഇത്രയും അധികം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമ ശ്രദ്ധയ്ക്കായി കോമാളിത്തരം കാണിക്കുന്ന ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിനും ആ രാജ്യത്തിനും എത്രത്തോളം കോട്ടം തട്ടിയിട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ ഏറ്റവും അവസാനത്തെ തിരിച്ചടിയാണ് ജൂലൈ 25-ന് ഫ്രാൻസ് പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുമെന്ന് മാക്രോൺ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തിന് ട്രംപ് സ്വാഭാവികമായും വലിയ വിലയൊന്നും കൊടുത്തില്ല. പക്ഷെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു മാക്രോണിന്റെ ഈ നീക്കത്തെ ഭീകരതയ്ക്കുള്ള പ്രതിഫലമെന്നാണ് വിശേഷിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് ഇസ്രയേലിന് മാത്രമുള്ള ഒരു തിരിച്ചടിയാണോ? ഒരിക്കലുമല്ല. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഒരു പ്രോക്സി മാത്രമാണ്. അമേരിക്കയില്ലാതെ ഇസ്രയേലില്ല. അത് പരസ്യമായ ഒരു രഹസ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഫ്രാൻസ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഈ നീക്കം ലോക രാഷ്ട്രീയത്തിൽ ഒരു വൻ തിരിച്ചടിയാണ് ട്രംപിന് നൽകാൻ പോകുന്നത്. ഈ പറഞ്ഞത് ഫ്രാൻസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു തർക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്നത് ഇന്ത്യ അടക്കമുള്ള ഒരു നീണ്ട നിരയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടുവെന്ന വ്യാജ പ്രചരണം ട്രംപ് കുറച്ച് കാലങ്ങളായി പടച്ചുവിടുന്നുണ്ട്. ഇന്ത്യ വളരെ കൃത്യമായി അതിന് നേരത്തെ തന്നെ മറുപടി കൊടുത്തുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞില്ലെങ്കിൽ ട്രംപ് ജിക്ക് ഒരു സമാധാനവുമില്ല. നോബൽ സമ്മാനമാണല്ലോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് കുറച്ച് നാളുകളായി കിടന്ന് ഈ പെടാപ്പാട് പെടുന്നതും. ഇന്ത്യക്കും പാകിസ്ഥാനും എന്നല്ല, ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം നന്നായി അറിയാം ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടതുകൊണ്ടല്ല ആ യുദ്ധം താൽക്കാലികമായെങ്കിലും നിർത്തിവച്ചത് എന്ന്. എന്നാലും നോബൽ സമ്മാനം സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ടല്ലേ പറ്റൂ. ഇതൊന്നും പോരാതെ ഇന്ത്യയെ താരിഫിന്റെ മേജർ ചാർജർ എന്നുകൂടി വിളിച്ചതോടെ ഇന്ത്യ US ബന്ധത്തിൽ വളരെ കൃത്യമായ വിള്ളലുകൾ വീണു. ഇതിനെല്ലാം ഇടയ്ക്ക് ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിളിച്ച് വിവാദമുണ്ടാക്കാനും പുള്ളി മറന്നിട്ടില്ല. ഇത്രയും നേരം പറഞ്ഞത് ട്രംപും മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള തർക്കങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടം കൊണ്ടും അത് ഒതുങ്ങുന്നതല്ലോ. അദ്ദേഹത്തിന്റെ പഴയ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഇലോൺ മസ്ക്. പുള്ളിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായി. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെല്ലുവിളികളൊക്കെ നടത്താറുമുണ്ട്. ഏറ്റവും അവസാനമായി ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ മസ്ക് രംഗത്തെത്തിയപ്പോൾ ട്രംപ് മസ്കിനെ നാടുകടത്തുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. 2002 മുതൽ US പൗരനായ മസ്കിനെ എങ്ങനെ നാടുകടത്തുമെന്ന് ചോദിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി അതൊക്കെ നോക്കാമെന്നാണ്. ഇതിനൊക്കെ പുറമെയാണ് ട്രംപിന്റെ വിദേശ നയങ്ങൾ ലോകരാജ്യങ്ങളെ വെറുപ്പിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 60% താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ താരിഫ് മേജർ ചാർജർ എന്ന് വിളിച്ചത് US ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടും അവസാനിക്കുന്നുണ്ടോ? റഷ്യക്കെതിരായ ഉപരോധം കടുപ്പിച്ചതോടെ പ്രസിഡന്റ് പുടിനും ട്രംപിനോട് ശത്രുതയിലാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് മുൻകൂട്ടി നിശ്ചയിച്ച് പുടിനെ ട്രംപ് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ PA പറഞ്ഞത് പ്രസിഡന്റ് മീറ്റിംഗിലാണ്, 1 മണിക്കൂറിന് ശേഷം വിളിക്കൂ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനാണ് ഈ ഒരവസ്ഥ ഉണ്ടായത്. പിന്നെ പുടിൻ എന്ത് ലോക പോലീസ്, എന്ത് US പ്രസിഡന്റ്? റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോയി പണി നോക്കടാ എന്ന ലൈനിലായിരുന്നു പുടിൻ. യുക്രൈന്റെ സെലൻസ്കിയെ കോമാളി എന്ന് വിളിച്ചതും കാനഡയെ അപമാനിച്ചതും ട്രംപിന്റെ ഡിപ്ലോമാറ്റിക് പരാജയങ്ങളാണ്. കാനഡ ഫ്രാൻസിന്റെ പലസ്തീൻ അംഗീകാരത്തെ പിന്തുണച്ചതോടെ ട്രംപിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ വ്യക്തമാകുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രംപിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു വശത്ത് ഇന്ത്യ, ചൈന, റഷ്യ പോലെയുള്ള മേജർ പവറുകളെ വെറുപ്പിച്ചു നിർത്തിയിരിക്കുന്നു. മറുവശത്ത് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ പരോക്ഷമായെങ്കിലും വെല്ലുവിളിക്കുന്നുമുണ്ട്. ഇതിനെല്ലാമൊപ്പം മസ്ക് എന്ന തന്ത്രശാലി നല്ലൊരു സമയത്തിനായി കാത്തിരിക്കുന്നു. കൂടാതെ കുറച്ചു നാളുകളായി നമ്മൾ കേൾക്കാത്ത ഒരു പേരുണ്ടല്ലോ, ഡീപ് സ്റ്റേറ്റ്. അവർ ഇതിനിടയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ആർക്കറിയാം. നമ്മളിതൊക്കെ പറയുമ്പോൾ അമേരിക്കയിലെ ഒരു വിഭാഗം മലയാളി സായിപ്പന്മാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം.
ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മസ്കിനെ പോലും നാടുകടത്തുമെന്ന് പറഞ്ഞ ട്രംപിന് ഇന്ത്യക്കാരോട് എന്ത് വിലയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പറഞ്ഞത് അമേരിക്കയിലെ എല്ലാ മലയാളികളെയും അല്ല. ഒരു ചുരുങ്ങിയ വിഭാഗം ആളുകൾക്ക് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പരമ പുച്ഛമാണ്. അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം.